ഇതൊക്കെ ഞാൻ 3-4 വർഷം മുമ്പ് കുത്തിയിരുന്ന് വരച്ച് കൂട്ടിയ റെക്കോർഡ് ബുക്കുകളാണ് എൻ്റെ. സുവോളജിയുടെ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടുണ്ടോ? ആദ്യം നമ്മൾ ബോട്ടണിയിൽ നിന്ന് തുടങ്ങാം. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന എൻ്റെ വരച്ച് കൂട്ടിയ ബുക്ക് കണ്ട 2018 തൊട്ട് 20 വരെ ഞാൻ ഇവിടെ കിടന്ന ബഹളമെല്ലാം ഉണ്ടായിരുന്നു. 2018 തൊട്ട് 20 വരെ ഉള്ള എൻ്റെ സാധനമാണിത്. 2020 ഇപ്പം 24, 4 വർഷമായി ഞാൻ അവിടെ നിന്ന് അന്തസ്സായിട്ട് തോറ്റിറങ്ങിയിട്ട്. രാവിലെ സെക്കൻഡ്, +2 സയൻസ് നമ്പർ 13, ക്വസ്റ്റ്യൻ നമ്പർ 70, 35, 20. ലബോറട്ടറി ബുക്ക് എക്സാമിന് പറഞ്ഞ കാര്യം ടീച്ചറായിരുന്നു പ്രിൻസിപ്പാൾ. ഇതിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് തൊട്ട് എന്തൊരു സാധനം വരെ ഉണ്ടല്ലോ, ഡിസ്റ്റിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് വരെ ഉണ്ട്. മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് ഓഫ് മൈക്രോസ്കോപ്പ്, ലാബ് സ്പെസിമെൻസ്, ഓക്സിലാറ്റോറിയ എന്തൊരു സാധനം, മൊനേറ എന്തൊരു മൈക്രോസ്കോപ്പോട് കാണുന്ന സാധനമാണ്. കാണുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. നോസ്റ്റോക്ക്, ഇതൊക്കെ എന്ത് സാധനങ്ങളുണ്ടോ. ഞൊട്ടത്തലയുള്ള മുടി, തലമുടി പോലെ ഇരിക്കുന്നത്. കൂണാണെന്ന് തോന്നുന്നു. നമ്മൾ കൊടയത്ത് കൊടുത്താളിരിക്കുന്നത്. ഇറ്റലി ടരക്കനപ്പുറത്ത് പിടിച്ച് അടച്ചിട്ടിരിക്കുന്ന ആങ്കിള്. ബ്യൂട്ടി കോണ്ടാക്ട്, പരുത്തിയിലെ പോകുന്നത്. ക്ലോണിംഗ് മെറ്റർ, അതായത് ബയോറിയാക്ടർ ഇതില്ലായിരുന്നു. പിന്നെ ഇതിൽ സാധനങ്ങൾ നോക്കി അതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ സ്പീഡാക്കാം. ഇപ്പം എത്ര മിനിറ്റായി കാണും? 4 മിനിറ്റായി. 5 മിനിറ്റിനകത്ത് കണ്ട. അങ്ങനെ ഈ സാധനം വരെ എത്തി. ഡിസ്റ്റിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് ഇവിടെ കഴിഞ്ഞ് തീർന്നിട്ട് ഒരു ഒപ്പ് കിട്ടു വന്നു ടീച്ചർ. പിന്നെ ഇതിനകത്തോട്ട് ഒന്നുമില്ല. പിന്നെ എന്നെ ഞാൻ തന്നെ വരയ്ക്കാൻ നോക്കി പറഞ്ഞാൽ കാണിച്ചു തരാം. ഈ സാഹസ്യമേ എന്നെ ഞാൻ തന്നെ വരയ്ക്കാൻ നോക്കിയതാണ്. ചായയൊന്നുമില്ല. പിന്നെ എന്തൊരു പടമാണെന്ന് കണ്ണുമൂക്ക് ഉള്ളതുകൊണ്ട് ആളാണെന്നറിയാം. എൻ്റെ ചായയൊന്നുമില്ല. അതിൻ്റെയും ഭയങ്കരമായി ഓർത്തിട്ടില്ല. അത്രയല്ല. നമ്മുടെ ബോട്ടണി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കെമിസ്ട്രിയിലോട്ട് നോക്കാം. കണ്ട, രാവിലെ സയൻസ്, പേപ്പർ നമ്പർ, റോൾ നമ്പർ 2018 തൊട്ട് 20 വരെ. ഇപ്പം 4 വർഷമായി. ഇവിടെ അതുപോലെ എക്സ്പെരിമെൻറ്റ് എന്തൊക്കെയോ. പിപ്പറ്റ്, ബ്യൂററ്റ്, പ്രിപ്പറേഷൻ ഓഫ് ആലം, എന്തൊരു സാധനം, എന്തോ പോയിന്റ് ഒന്നുമല്ല. പോട്ടെ, ഞാൻ ഒന്നും പിന്നെ പറഞ്ഞുതരാം. കണ്ട, ഇങ്ങനെ തീർന്നു. അത് കഴിഞ്ഞിട്ട് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടുകളൊക്കെ ഒരു മാനമില്ല. ഞാൻ ഇത് അറിയാമല്ലോ വന്നാണ്. എന്തൊരു വലത്തോട്ട് പോയി അന്തസ്സായിട്ട് ഞാൻ തോറ്റിറങ്ങി അവിടെ നിന്ന്. സാധനം മാറ്റി തിരിഞ്ഞാണ്. എൻ്റെ ഇത് തുനി കളഞ്ഞ അതിൻ്റെയും ബൈൻഡറായിപ്പോയി. കണ്ട, സെയിം എല്ലാം ഫിസിക്സിൻ്റെ റെക്കോർഡല്ല, വാട്ടർ റെക്കോർഡ് നോക്കുക. 21 എക്സ്പെരിമെൻറ്റുകൾ വളരെ സിമ്പിള്. മൊമെൻ്റ് ബാർ തൊട്ട് കണ്ട, മൊമെൻ്റ് ബാർ കോമഡി ആയിരുന്നു. ഇതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ?
ഞാൻ റീലെടുക്കാൻ വേണ്ടി വാരി കൊട്ടിയതാണ് ഇതൊക്കെ. ഇതിൻ്റെ റീൽ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. മിച്ചറിക്കൊക്കെ തപ്പിയാൽ മതി, കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ. കണ്ട ഗ്രാഫ് ഇത് പോരാത്തന്നുള്ള വേറെ വരച്ചും കൂടെ ഇത് കൊട്ടിക്കണം. ഇവിടെ കൊട്ടിക്കൊക്കെ ഇരിക്കുന്നുണ്ട് കുറേ. വെർണർ കാലിപ്പേഴ്സ്, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും എഴുതിയില്ല. എൻ്റെ ഭാഗ്യത്തെ എന്താ കളിച്ച് പുറത്താക്കാത്ത അവിടെ എന്തായാലും പുറത്താക്കിയിട്ട് കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലായി. അതിലൊന്നുമില്ല. എന്നെ അടുത്ത് നമുക്ക് സുവോളജിയാണ്. സുവോളജി അതിലും സെയിം 2012-2020 വരെ. അതിൽ ഹൈഡ്ര മുതൽ അതിൽ ഒരുപാടുണ്ട്. റിങ് പോകാൻ വരെ ഹൈഡ്ര ഞാൻ ഇതാക്കി ഇത്തിരി എങ്കിലും വൃത്തിക്ക് എഴുതിയത് ഈ സാധനമൊക്കെയാണ്. ഇതൊക്കെയാണ് ആദ്യം എഴുതിയത്. ഹൈഡ്ര, ലിവർ ഫ്ലൂക്ക്, അസ്കാരിസ് അതൊക്കെയൊന്നുമല്ല. ഇതൊക്കെ ഇതെന്താ ജീവനുള്ള എന്തോ സാധനമാണ്. ഇത് മണ്ണിര, അതൊക്കെയൊന്നുമല്ല. ഇതൊച്ച്, ലീച്ച്, അട വരാൻ തോന്നുന്നു. ഇത് മണ്ണിര. ഇത് ഒരുമാതിരി കയറെടുപ്പ് വെച്ചിരിക്കും പോലെ ഇരിക്കുന്നു. മാല പോലെ. കൊഞ്ച്, ചെമ്മീൻ, സിൽക്ക് പോം, പട്ടുനൽപ്പുഴ. പിന്നെല്ലാം എങ്ങനെ ആയത് അത് കൊള്ളൂല. ഇതും കൊള്ളൂല. ഇതൊക്കെ എന്താ വലിയ കണ്ണൊക്കെ പിടിച്ചിട്ട് ഉണ്ടനെ. ഹണീബി ഇത് കൊള്ളാം. സ്നെയില്, ഇന്നൊരു ഉള്ളി പോലെയൊക്കെ ഇരിക്കുന്നത്. ഇത് സ്റ്റാർ ഫിഷ്. ഇതിൻ്റെ പോലെ ഇരിക്കുന്നത് എന്താ തിരുമാതിരി തുണിക്കഷ്ണം പോലെ ഇരിക്കുന്നത്. മീൻ മാക്രി ഇതായിരിക്കുന്ന വയസ്സ്. ഇത് കൊള്ളാം. ഞാൻ കണ്ടറിഞ്ഞ വാക്കിന് വരച്ചത് തന്നെ. അപ്പം എന്താണ് പച്ച വന്ത് കറുകറായിരിക്കുന്നത്. കാടൻ ലിസാഡ് കണ്ടാൽ പറയോ കറുത്ത് കാടൻ ലിസാഡ്. മറ്റേ പച്ചയായിരുന്നിട്ട് അവസാനം കറുക്കുമല്ലോ, അങ്ങനെ തന്നെ വരച്ചത്. ഞാൻ വരയെ തുടങ്ങിയ പച്ചയായിരുന്നു, തീർന്നിട്ട് കറുത്ത്. അങ്ങനത്തെ കാടൻ ലിസാഡ്. പിജിയൻ, പ്രാവിൻ്റെ ചുണ്ടാണ് കോമഡി. പ്രാവി പുതിപ്പെരിയിരിക്കുമല്ലോ പൊട്ടിത്തെറിയുള്ള ഐഡൻറ്റിഫിക്കേഷൻ അല്ല ഹാർട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പിന്നെ വാരി വലിച്ചിട്ടുള്ള വരപ്പായിരുന്നു. കിഡ്നി, ലെൻസ്, കിഡ്നി, ബ്രെയിനാണ് തോന്നുന്നത്. കണ്ണിൻ്റെ ചെവി അവിടെ ഞാൻ പേനായിട്ട് വെച്ചിരിക്കുന്നത്. അടിയിലോട്ട് ഇത് മൗത്ത്, കോക്രോച്ച്. ഇത് ഡൈജസ്റ്റിൻ്റെ കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റ്, ഹിസ്റ്റോളജി. ഇതൊക്കെ മസിൽസ്, ഞരമ്പ് എന്തൊക്കെയാണ്. സ്ട്രൈറ്റ് മസിൽസ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒന്നൊക്കെ കാര്യമില്ല. ഇങ്ങനെ നോക്കിയാൽ കൂടുതലൊന്നും ലാക്കത്തന്നെ എന്തൊക്കെ നല്ല ഒരുമാതിരി കണ്ടാ വലിച്ചേറി കളയാൻ തോന്നുന്ന രീതിക്ക് അങ്ങ് കുത്തി വരച്ച് കൂട്ടിയുണ്ട്. ഇങ്ങോട്ട് പടം ഇല്ല അവൻ തന്നെ. ഇവിടെയൊക്കെ പടം വരപ്പ് ഇങ്ങോട്ട് ആദ്യം വരപ്പ് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് എഴുത്തും വരയും രണ്ടും അങ്ങനെയുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഇങ്ങോട്ട് ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാവും പകലുള്ള. ഇതിൻ്റെ ഏതോ പറഞ്ഞത് ഫിസിക്സ് ആണെന്ന്. ഫിസിക്സ് അല്ല, സുവോളജി, ബോട്ടണി. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് കുട്ടികാർക്ക് കിട്ടിയതാണത് മൊത്തം. കണ്ടാ പറയോ വലിയ ബോട്ടണി. കണ്ടാവോ കരവിരുന്ന് പൊളി സാധനം. എന്നൊക്കെ എന്തൊക്കെ ചത്തിരിക്കുന്നതിനകത്ത് ഞാനൊരു ഉറുമ്പിനെ ഞെരിച്ച് കൊന്നിട്ടേ. അങ്ങനെ കണ്ട 2020 അവിടെ നിന്ന് പിന്നെ അവർ പുറത്താക്കിയതാണ്. ഞാൻ അവിടെ നിന്ന് ഫെയിൽ ഔട്ടായി. ഇപ്പം 20 പുറത്തായി. ഇപ്പം 24, 4 വർഷമായി. 4 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള എൻ്റെ ഓരോ കലാവിരുതുകളാണ് ഇതൊക്കെ. വിഷയം തോന്നും 4 വർഷമായെന്നൊക്കെ പറയുമ്പോൾ ഇല്ല. ഈ മാസം തുടക്കത്തിലൊക്കെ ആയിരുന്നു പരീക്ഷകൾ. അങ്ങനെ 7-ാം തീയതി ആയിരുന്നു ഇതൊക്കെ നടന്നത്. 7, 8 ആ സമയത്തായിരുന്നു. അത് 7-ാം തീയതി
ഇതൊന്ന് നോക്കട്ടെ. ബോട്ടണി 7-ാം തീയതി, 2-ാം തീയതി, 21-ാം തീയതി സുവോളജി. ബോട്ടണി സുവോളജി കടത്തില്ല. ഇതിൽ പരീക്ഷ ഡേറ്റിനെ കണ്ടിട്ട് അയ്യോ ഈ ഡേറ്റിനെ കണ്ടിട്ട് നോക്കിക്കൂടെ? അയ്യോ നോക്കാം, നോക്കാം. ഫിസിക്സ് 24-ാം തീയതി. ഈ മാസം ഫുള്ള് പരീക്ഷ ഉണ്ടെന്നല്ല. അപ്പം മാർച്ച്, ഇത് ഫെബ്രുവരി എന്ത് നടന്നു? ഫെബ്രുവരി ഈ സമയത്ത് പരീക്ഷ നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. തീർന്നു കാണുന്നു 28. തീർന്നു 28, 29, രണ്ടും മറന്നു പോയി. ഇന്നത്തെ അവസാനത്തെ ദിവസമാണ് ഫെബ്രുവരിയിൽ. അങ്ങനെ ഇതൊക്കെയാണ് എന്നും ഇതൊക്കെ കെട്ടിപ്പണി സൂക്ഷിച്ച് വെച്ചതാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെയായിരുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒറ്റ പിന്നെ ബൈൻഡ് വേറെ, ബുക്ക് വേറെ കിടക്കുന്നത്. സുവോളജി മാത്രം കുഴപ്പമില്ല. ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല. ബോട്ടണി സുവോളജിയൊക്കെ ബോട്ടണിയും ഫിസിക്സും എന്താ ബുക്ക് വേറെ, ഇത് വേറെ, രണ്ടെണ്ണമായിട്ട് കിടക്കുന്നു. ഇങ്ങനത്തെ കലാവിരുദ്ധകളും ഇങ്ങനത്തെ മെമ്മറികളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. ഒരു പൂവ് കിട്ടി. ഇത് നമ്മുടെ പില്ലാണി പൂവെന്നാണ് പറയുന്നത്. ഇത് നിങ്ങളെന്ത് പറയും എന്നുള്ളതിന് നല്ല മണം. ഇതിനെന്ത് പറയുന്നു പറഞ്ഞു തരുന്ന സുഹൃത്തുക്കളെ. ഞാനാണ് പില്ലാണി എന്നാണ് പറയുന്നത്. ഇപ്പം നല്ല പൂത്ത് വിളഞ്ഞ് കിടക്കുകയാണ്. അപ്പം അത്ര തന്നെ.